കേസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇപ്പം ഖാലിദ് ജമീലിൻ്റെ അണ്ടറിലുള്ള ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഖാലിദ് ജമീലിനെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞതാണ് പലതവണ. ഇനി ഖാലിദ് ജമീലിൻ്റെ കോച്ചിങ് സ്റ്റാഫിലുള്ള ആളുകളെ പറ്റി സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം അസിസ്റ്റൻറ്റ് കോച്ചും ഗോൾ കീപ്പിംഗ് കോച്ചും സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചും എന്ന നിലയിലൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഓൾ ഇന്ത്യൻ ഒരു കോച്ചിങ് സ്റ്റാഫാണ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി ആദ്യം അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് ഉള്ളത് മഹേഷ് കാവ്ലിയാണ്. മഹേഷ് കാവ്ലിയെ പറ്റി പറയുമ്പം ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം, കഴിഞ്ഞ 2 കോച്ചുമാരുടെ അണ്ടറിലും ഇക്കോർസ്റ്റ് മാച്ചിൻ്റെ അണ്ടറിലും മനോല മാർക്കസിൻ്റെ അണ്ടറിലും അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം ഇന്ത്യയുടെ ഒരു ലെജൻഡറി പ്ലെയർ തന്നെയാണ്. ഒരു സെൻട്രൽ ബാക്ക് ആയിരുന്നു അദ്ദേഹം കളിക്കുന്ന ഒരു സമയത്ത്. ദീർഘകാലം 10-12 വർഷങ്ങളോളം ഇന്ത്യക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിച്ചിട്ടുള്ളൊരു താരമാണ്. ഗോവക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുന്ന സമയത്ത് ചർച്ചിൽ ബ്രദേഴ്സ്, ഡെംബോ, ഈസ്റ്റ് ബംഗാൾ, മഹീന്ദ്ര ആൻഡ് FC കൊച്ചിൻ, കേരള ക്ലബ്ബായിട്ടുള്ള FC കൊച്ചിനിലൊക്കെ അടക്കം അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം തൻ്റെ കോച്ചിങ് കരിയർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അണ്ടർ 19 ടീമിൻ്റെ ഒരു കോച്ച് എന്ന നിലയിലാണ്. വെങ്കടേഷും ഫ്ലോയിഡ് പിൻഡോ കോച്ചായിരുന്ന സമയത്ത്, ആ സമയത്ത് തന്നെ ആരോസിൻ്റെയും അസിസ്റ്റൻറ്റ് കോച്ചായിട്ടൊക്കെ പ്രവർത്തിച്ചു വന്നു. പിന്നീട് 2022 അദ്ദേഹം സീനിയർ ടീമിൻ്റെ കോച്ച് എന്ന നിലയിൽ ഇഗോർസ്റ്റ് മാച്ചിൻ്റെ അസിസ്റ്റൻ്റായിട്ട് എത്തുന്നത്. പിന്നീട് മനോല വന്നപ്പോൾ മനോലയുടെ അസിസ്റ്റൻ്റായിട്ട് മാറുകയും ചെയ്തു. ഗോൾ കീപ്പിംഗ് കോച്ച് എന്ന നിലയിലുള്ളത് ഫിറോസ് ഷെരീഫാണ്. അദ്ദേഹം ഒരു മലയാളിയാണ്. ഇന്ത്യക്ക് വേണ്ടി വല കാത്തിട്ടുള്ള ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് SBTയുടെ ഒരു ഗോൾ കീപ്പറായിരുന്നു, അതുപോലെ മഹീന്ദ്രയുടെ ഒരു ഗോൾ കീപ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് കരിയർ നോക്കുന്ന സമയത്ത് കേരള അണ്ടർ 13 ടീമിൻ്റെ കോച്ചായിരുന്നു. പിന്നെ ഗോൾ കീപ്പിംഗ് കോച്ച് എന്ന നിലയിൽ ഇന്ത്യയുടെ അണ്ടർ 19 ആൻഡ് അണ്ടർ 16 സൈഡിൻ്റെ കോച്ചായിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയേണ്ടത് ആൽബിനോ ഗോമസ്, അതുപോലെ ഗുർപ്രീത് സിംഗ് സന്ധു തുടങ്ങിയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ ജൂനിയർ ടീമിലായിരുന്ന സമയത്ത് അവരുടെ ഒരു ഗോൾ കീപ്പിംഗ് കോച്ചായിട്ടുണ്ടായിരുന്ന ഒരു ആളാണ് എന്നുള്ളതാണ്. ഈ 2 താരങ്ങളും ഇപ്പോൾ സീനിയർ ടീമിൻ്റെ ഭാഗമായിട്ടും ഉണ്ട്. അപ്പം അവരുടെ ഒരു കോച്ച് എന്ന നിലയിൽ കൂടി വരുന്നു ദീർഘകാലത്തിന് ശേഷം എന്ന് പറയുന്നതും എടുത്തു പറയേണ്ട ഫാക്ടറാണ്. പിന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഒരു ഗോൾ കീപ്പിംഗ് കോച്ച് എന്ന നിലയിൽ ഇടക്കാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് എന്ന നിലയിൽ വരുന്നത് മാനുവൽ ഡിസൂസ എന്ന് പറഞ്ഞിട്ടുള്ള മുംബൈക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് കരിയർ നോക്കുന്ന സമയത്ത് അദ്ദേഹം മുംബൈ FC, മുംബ FC എന്ന് തുടങ്ങിയ ക്ലബ്ബുകളിലൊക്കെ കളിച്ചിട്ടുണ്ട്. മുംബൈ FCയിൽ എനിക്ക് തോന്നുന്നു ഖാലിദ് ജമീൽ പരിശീലകനായിരുന്ന സമയത്താണ് ആസ് എ പ്ലെയർ എന്ന നിലയിൽ കളിച്ചിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് തന്നെ പ്ലേയിങ് കരിയർ അദ്ദേഹം അവസാനിപ്പിക്കേണ്ടി വന്നു. ഐ തിങ്ക് ഇഞ്ചുറി കാരണങ്ങളെ കൊണ്ടാണ്. പിന്നെ ഒരു കോച്ച് എന്ന നിലയിൽ അദ്ദേഹം ചില അക്കാഡമികളിൽ ഹെഡ് കോച്ചായിട്ടൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡാറ്റാസ് വളരെ കുറവാണ്. ഞാൻ സെർച്ച് ചെയ്തൊക്കെ നോക്കിയ സമയത്ത് ഇപ്പം ഓസ്ട്രേലിയയിൽ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് എന്ന നിലയിലൊക്കെ എന്തോ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഖാലിദ് ജമീലിൻ്റെ അണ്ടറിൽ അദ്ദേഹം ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് എന്ന നിലയിൽ ദേശീയ ടീമിലേക്ക് കൂടി വരികയാണ്. സോ ദാറ്റ്സ് ദി കേസ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ.